ബെൻസി പോൾ. കഥ നിഷ. തിരക്കഥ നിഷാദ്, ഷിഹാസ് ആൻഡ് റിയ. രചന ഷിഹാസ് കണ്ണൻ. സംഭാഷണം ഷിഹാസ്, മോബിൻ, അസീം. നിർമ്മാണം അഹാസ്, ഹസീബ്, വിഷ്ണു ആൻഡ് അൽതാഫ്. സംവിധാനം നിഷാദ്. സൗണ്ട് ടെക്നോളജി റിയാസ് ആൻഡ് അഹാസ്. നാളെ പരീക്ഷ കുറച്ച് പഠിക്കണം. പാഠം 1. മുഗൾ ചക്രവർത്തിമാരുടെ പരാക്രമങ്ങൾ. സിന്ധു നദീതട സംസ്കാരം എന്നാൽ എന്ത്? സിന്ധു എന്ന് പറയുന്നൊരു പെൺകുട്ടി നദിക്കരയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസ്കാരമില്ലാത്ത ചില അമ്മമാർ വന്ന് എത്തി നോക്കി. അതിനാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മ വലിയപ്പോൾ തമ്പുരാൻ ആരാണ്? മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഒരു രാജാവ് പണ്ടൊരിക്കൽ കോഴിക്കച്ചവടം നടത്തി. അതിനാണ് മാർത്താണ്ഡവർമ്മ വലിയപ്പോൾ തമ്പുരാൻ എന്ന് പറയുന്നത്. ഷാജഹാൻ താജ്മഹലിന് വേണ്ടി പണികഴിപ്പിച്ചത് മുംതാസ്. 1868 കൊല്ലത്ത് വെച്ച് വർഷത്തോളം നടക്കുന്ന യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം. ആ യുദ്ധത്തിൽ അനേകം രാഷ്ട്രക്കന്മാരും രാജ്ഞിമാരും കൊല്ലപ്പെട്ടു. ഒന്നാമത്തെ യുദ്ധം നടന്ന വർഷം 98467 എന്റെ മൊബൈൽ ഫോണൊക്കെ കൊണ്ടെടുത്ത് വെച്ച് ഞാൻ എന്റെ ബുക്ക് അവിടെ വൃത്തിയാക്കി നമ്പരെ കൊണ്ടെഴുതി മലയാളം ബുക്ക് അവിടെ ഇനി കുറച്ച് ഇംഗ്ലീഷ് വെച്ചത്. കിട്ടിപ്പോയി. APP ആപ്പിൾ. പൂച്ച. PA ശുശു പശു. PATTA വാട്ട. ഇണ്ടൽ മാണ്ടൽ. MA കിളികളുമായി മാത്രേ. മറ്റേ താഴെ കുറച്ച് എപ്പം കേട്ടവൻ. താരേ പൂപ്പുള്ളനമലരാതൊളിക്കുന്നു ഞാൻ. ഇവിടെ പഠിക്കായിരുന്നു. നീ എന്താ ഈ നേരത്ത്? അങ്ങനെയല്ല പറയോ, പാഠം കിട്ടൂലേ? നല്ല കാര്യം ചെയ്താലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്താ സ്വർഗത്തിൽ പോയാൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിങ്ങളെ കേട്ടല്ലേ?
നിന്റെ കണ്ണിൽ തീർന്നു വന്നു സാഗര നിന്റെ കണ്ണിൽ തീർന്നു വന്നു സാഗര ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പാത്തിരിക്കുകയായിരുന്നു. ഒഴിയണ്ടേ? നാണമുണ്ടോ? എനിക്കൊരു നാണവുമില്ല. പക്ഷേ ഇറങ്ങിയ ചെറിയൊരു പേടിയുണ്ടല്ലേ? ഈ കൊക്കെത്ര കൊല്ലം കണ്ടുള്ളതാ? ഈ കൊക്കിനെ ഞാൻ കറി വെച്ച് തിന്നാലോ? കറി വെച്ച് തിന്നേക്കൊന്നല്ല, കറി തിന്നാൻ വെല്ലാത്തോട്ടേക്കൊന്നല്ലേ. കയ്യില് തരൂ. കലങ്ങിയില്ല. മിക്സിയിലിട്ട് പിന്നെ തരാം. ചേട്ടാ എന്താ ചേട്ടാ ഇങ്ങനെയായി പോയത്? എങ്ങനെ? ഇങ്ങനെ കറുത്ത് കരുമാളിച്ച്. അതോ അപ്പൊ എന്നെ പ്രസവിച്ച് വന്നാൽ നല്ല വെളുത്തുരുണ്ട ഒരു കൊച്ചായിരുന്നു. അപ്പോഴാണെങ്കിലും തൊട്ടടുത്ത് വേറെ സ്ത്രീ പ്രസവിച്ചു. ആണെങ്കിലും മെലിഞ്ഞു വെച്ചു. അപ്പോഴാണെങ്കിലും അവിടെയുള്ള നേഴ്സ് എന്നെയായിട്ട് പ്രസവിച്ചിട്ട് ആ കൊച്ചിനെ എടുത്ത് മനസ്സിലാ? എന്നെയായിട്ട് പ്രസവിച്ചു. എന്നിട്ട് ആ കൊച്ചിനെ എടുത്ത് പ്രസവിച്ചു. എന്നെ കാണാൻ പറ്റില്ല. ഞാൻ വേറെ എവിടെയോ കടുത്തുരുണ്ട്. കാണാൻ പറ്റില്ല. നമുക്ക് ഹണിമൂട്ട് കൂട്ടി പോയാലോ? വലിയ തണുപ്പില്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും തണുപ്പില്ല. കാശിലാക്കി അവിടെ ചെന്നാലേ ഉള്ളൂ തണുപ്പ്. ക്രിസ്മസിന് ആരും പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏതാനും നിമിഷങ്ങളുണ്ട്. എന്റെ കുസുമം മൊഴിയിലെ പൂഞ്ചൽ ആരാണ് ഈ നേരത്തെ? അതായത് അമ്മയായിരുന്നു. എത്ര നാളുണ്ട് പറയുന്നേ? മണി 9 അനുഭവക്കാരി കഥ എവിടെയല്ലേ മരുമോള്? അമ്മയായിരുന്നു. എന്റെ വിചാരിച്ച് ഞാൻ വിചാരിച്ചല്ല റേഡിയോ ആവും. എത്ര നാളെന്ന് പറയുന്നത്? ഇവിടെ വിറകിന്റെ പരിപാടിയൊക്കെ മാറ്റി ഗ്യാസ് കണക്ഷൻ എടുത്തേ. ഗ്യാസ് കണക്ഷൻ. അതാണ് സ്നേഹം. ഞാൻ കൊണ്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വിളക്കാണുള്ളത്. ഇവിടെ നിന്ന് കത്തുന്ന എനിക്കൊന്ന് കാണണം. പെണ്ണിനെ നിങ്ങൾ പേടിപ്പിച്ചു വിടുവോ? നിങ്ങൾക്ക് അറിയാലോ 32 കല്യാണ ആലോചന നടന്നിട്ടാണ് ഇതൊന്ന് ഒത്തു വന്നത്. കുളം ആക്കരുത്. നിനക്കെന്ന് വയ്യേ? ഒന്നുമില്ലമ്മ. പറയാ ഒന്നുമില്ല. നിനക്ക് വയ്യേ? ഒന്നുമില്ലമ്മ. കട്ടൻ കാപ്പി എനക്കൂടി. ആ ഞാൻ വന്നതെന്ന് വെച്ചാല് ഇവിടെ നാളെ 2 പേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നാരങ്ങ വെച്ച് കൊടുക്കണം. ആ നാരങ്ങ എടുത്ത് എവിടാ? ആ കട്ടിൻ്റെ അടി തോകടാ. ഈ കട്ടിന്റെ അടിയിലെ നാരങ്ങ കൊണ്ട് വയ്ക്കാൻ കണ്ടുള്ളൂ. ഈ വീട്ടിൽ വേറെ കട്ടിലൊന്നുമില്ലേ? ചേടാ മോനെ പോട്ടെ. ഇതും കൂടി കണ്ടു. ഞാൻ ജോലിയില്ല. ഞാനുകൊണ്ട് ഒരു വരവ് ഇങ്ങോട്ട് വരണല്ലോ. ചേടാ പോട്ടെ. പോട്ടെ പോട്ടെ. അമ്മ അല്ലെങ്കിലും ഇങ്ങനെ ചക്കര ഇവിടെ ഇതൊക്കെ മാറ്റിയെടുക്കും. ചക്രവാത്തി എക്സസൈസ് ഒന്ന് പിടിച്ചോണ്ട് പോകൂലേ? വാട്ടിച്ചാരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നീ കേട്ടിട്ടില്ലേ? സമ്പത്ത് കാലത്ത് അയ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. സമ്പത്ത് കാലത്ത് റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. മറക്കാനാവാത്ത ഏതാനും നിമിഷങ്ങൾ. എന്റെ കുസുമം സുധാകരേറ്റ സമ്മതിക്കത്തില്ലല്ലേ?
ആരും അമ്മാവനായിരുന്നു. അമ്മാനെന്താ ഈ നേരത്തെ? നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നത്. പിന്നെ യാത്ര പറയാൻ വന്നതാ. തറവാട്ടിലേക്ക് പോവാം. അതുപോലെ ഇവിടെ എസി. ഓ എ സി ഇല്ല, അമ്മാവന് പറ്റത്തില്ല. അതുപോലെ വയ്യ. ശരീരം ഞാൻ തറവാട്ടിലേക്ക് പോകും. ഓ ശരി. ഈ അമ്മായി വലിയ വാർത്ത അറിഞ്ഞിട്ട് ഈ തറവാട്ടിൽ നിന്നില്ല. ഒന്നില്ല. ഇത്തവണ അതിന്റെ കുറവ് തീർക്കണം. ഓ ശരി. മരുമോളും മോനോട് എത്തിയേക്കണം. ഓ അമ്മ പോട്ടെ. ഓ ശരി. കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതായി കളവന്. യാത്ര ഉണ്ടാകാൻ വരുന്നു രാത്രി. ചെന്ന് കയറാൻ അവിടെ തറവാട്ടിൽ ചെന്ന് കയറാൻ. നീ എന്റെ തറവാട് കണ്ടിട്ടുണ്ട്? രണ്ടുണക്ക കമ്പം 4 ഈ റോഡേ ചേർത്ത് വെച്ചതാ തറവാട്. ഏസില്ല, ചിലർ ഉറങ്ങത്തില്ല. ഏസി ഓരോ കടി തൂക്കിയിട്ട് കാറ്റ് കൊള്ളുന്നതാണ് കാണിക്കുമ്പോ ഏസി. എന്റെ അമ്മയെ ചവിട്ടിക്കൊണ്ടതാ. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏതാണ് നിമിഷങ്ങൾ. എന്റെ കുസുമം. നിങ്ങളെന്തിനാ അമ്മ ഈ പരിസരത്ത് കിടന്ന് കറങ്ങണേ? നിങ്ങളന്ന് 9 മണിക്ക് തുടങ്ങണ തള്ളയല്ലായിരുന്നു. ഇതെന്താ നിങ്ങളെ കണ്ണടയത്തില്ലേ? ഒന്ന് പറ. എന്റെ ദൈവമേ, ഇതിനും വേണ്ടി ഈ ചൂടുള്ള ചെള്ള കിടക്കുന്നത്. ചിലപ്പോ ചിട്ടിരിക്കുകയാണോ? എന്നെ കുളിപ്പിച്ചിട്ട് സമാനാവത്തുള്ള ഒരു അമ്മയുടെ ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. നിങ്ങൾ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു അതല്ലേ? ഒന്ന് പറ. ഒന്നുമില്ലമ്മ, ഒന്നുമില്ലെന്ന്. ഞാൻ കൂടെ ഒരു തലമുറ വീട്ടിൽ അങ്ങനെ പോയാ. ഓ ശരി. ഓ സുധാകരൻ, ഈ കഥ അടച്ചിട്ടുണ്ടോ? ദൈവം തമ്പുരാൻ വന്ന് വിചാരിച്ചാലും തുറക്കത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏതാണ് നിമിഷങ്ങൾ. എന്റെ കുസുമം. സുധാകരേട്ടാ,
നീരിൻ കടവത്ത് കുടമില്ല കൂട്ടല്ലോ മണിമുത്തും കണ്ണിന്റെ മുടവാളുണ്ടല്ലോ മരുഭൂമിയിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ ഭൂമി പായം തുണിക്കല്ല ഇന്ന് തീയും തുണി നയങ്ങൾ അബുല ഭൂമി പായം